ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദ റൂമിൽ വന്നെന്ന് കരയുമ്പോൾ കാവേരി വരികയാണ്. കാവേരി എന്നിട്ട് അമ്മനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, നിങ്ങൾ 4 പേരും കൂടെ വഴക്കടിക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്തൊരു വിധിയാണ് ദൈവം എനിക്ക് തന്നതെന്ന്. പക്ഷേ ഇപ്പോൾ 4 പേരും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അരവിന്ദേട്ടൻ പറഞ്ഞത് സത്യമാണ്. മക്കൾ നിധി തന്നെയാണ്, വില മതിക്കാനാവാത്ത നിധിയാണ് പെൺമക്കളെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇനിളയ്ക്ക് അസുഖം കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചേനെന്നൊക്കെ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മേ ഞാനും ഗംഗേച്ചിയൊക്കെ ആകെ വിഷമിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മ അത് കൂട്ടല്ലേ അമ്മേ, നമുക്ക് വിഷമിക്കാതിരിക്കാം, എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി ശാരദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാങ്കിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പഴയ ഫോൺ കിട്ടി. അതിൽ നിന്നാണ് ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് അറിഞ്ഞതെന്ന് പറയുകയാണേ. അങ്ങനെ അയാൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരിയാണ് അരവിന്ദേട്ടന് ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ നോമിനി ആയിട്ട് കാവേരിയാണെന്ന് പറയട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ചോദിക്കണം, അതെ ആദ്യ ശാരദയായിരുന്നു, പിന്നീട് 5 വർഷം മുമ്പാണ് കാവേരീനെ നോമിനി ആക്കി മാറ്റിയെന്ന് പറയും. അപ്പോൾ അരവിന്ദൻ നാട്ടിൽ വരുന്ന സമയത്തൊന്നും അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും ഇവിടേക്ക് വരാറൊന്നുമില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ജയപാലനാണ്. ബ്ലാങ്ക് ചെക്കൊക്കെ ഒപ്പിട്ട് അരവിന്ദൻ കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ പറയും. പിന്നെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കൊന്ന് അയച്ചിട്ട് നോക്കുമ്പോൾ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാവേരി അത് നോക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അച്ഛൻ്റെ മരണശേഷവും വലിയ തുകകളൊക്കെ ഇതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടല്ലോ സാറേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജയപാലൻ തന്നെയായിരിക്കും. അരവിന്ദേട്ടൻ എൻ്റെ സുഹൃത്തും കൂടിയാണ്. ജയപാലൻ്റെ ഈ ചെയ്തതൊന്നും അരവിന്ദേട്ടന് യാതൊരു അറിവും ഉണ്ടാവില്ല. ആദ്യം അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുക എന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ജയപാലൻ അരവിന്ദനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും അരവിന്ദേട്ടന് എന്നും പറയുമായിരുന്നു, അരവിന്ദേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാവേരി ആ കുടുംബം നോക്കിക്കോളുമെന്ന് എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് ഈ ജയപാലിൻ്റെ കള്ളക്കളിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണം, അതിന് ബാങ്കിൻ്റേതായിട്ടുള്ള എന്ത് സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കാവേരിക്ക് അയാൾ ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, എത്രയോ കൂടുതൽ പണം ഇതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെ പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗംഗയുടെ ഒരു കൂട്ടുകാരി ഗംഗനെ കാണാൻ വന്നിരിക്കുകയാണ്. താര എന്നാണ് പേര്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ കിട്ടുന്ന ബ്ലൗസിൻ്റെ 100 രൂപയ്ക്ക് പകരം അവിടെ 500 രൂപ കിട്ടും. 500 രൂപയോ ഒന്ന് ചോദിക്കാൻ കേട്ടോ ഗംഗ. അവിടെയൊക്കെ അങ്ങനെയാണ്, വലിയ വിലയാണ് ഡ്രസ്സ് തയ്ക്കുന്നതിനൊക്കെ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുക, അപ്പോഴാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല പൈസ ഒക്കെ കിട്ടും എന്ന് പറയണ്ടേ. ഞാൻ അവിടെ ചെന്നിട്ടല്ലേ ഈ ഒരു തയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് പറയുന്നത്. ഈ സമയത്ത് ശാരദ വരികയാണ്. അപ്പോൾ ശാരദ താരയോ ഇന്ന് വന്നു ചോദിക്കുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് വന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്താണല്ലേ താമസിക്കുന്നത്, അതിൻ്റെ ഒരു മാറ്റം വേഷത്തിലും സംസാരത്തിലും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മോളെന്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ ബൊട്ടീക്ക് ഉണ്ടെന്ന് പറയും കേട്ടോ. പെട്ടിക്കടയോ? അപ്പോൾ ഗംഗോറി പെട്ടിക്കടയല്ല അമ്മേ, ബൊട്ടീക്ക് പറയട്ടോ. അതെന്തുട്ടാന്ന് പറയാം. അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട്, അതൊരു തുന്നൽ കടയും ഡ്രസ്സും ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വായോ, അവിടെ ഇഷ്ടം പോലെ നല്ല സാഹചര്യമാണെന്ന് പറയട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉറങ്ങാൻ പറ്റുമോ? വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഗംഗ ചോദിക്കണം. അതൊക്കെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ചീവിടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. 2-3 ഹോണടിയും ഒക്കെ കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പെൺകുട്ടി പറയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നുകയാണ് കേട്ടോ തിരുവനന്തപുരത്തേക്ക് മാറാമെന്നുള്ളത്. ഗംഗയ്ക്കും കുറച്ചും കൂടെ ഇഷ്ടമാവാണ്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്, എല്ലാ കാര്യങ്ങളും നല്ല കാര്യമാണ്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുക, എന്ത് സഹായത്തിനെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. കഴിഞ്ഞ ശേഷം പോയിട്ട് ശാരദ പറയാണ്, ശരിക്കും ഒരു തുണി വെട്ടി തയ്ക്കാനും കൂടെ അറിയാത്തവളായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, നിൻ്റെ പിന്നിൽ കൂടെ അല്ലേ നടന്നിരുന്ന തുണി വെട്ടിത്തരാനൊക്കെ പറഞ്ഞിട്ട്, അങ്ങനത്തോളാണോ ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലായതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവൾ തിരുവനന്തപുരത്ത് ആണ് അമ്മേ, അവിടെ ഒരു ബ്രൈഡൽ ബ്ലൗസൊക്കെ ചെയ്യുന്നതിന് 5000 രൂപയാണ്. 5000? കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും എന്ന് പറയാണ് കേട്ടോ. ആണോ?
അപ്പോൾ ശാരദ പറയാണ് എന്നാൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയാലോ, ഇവിടെ എന്താ ഉള്ളത്, നമുക്ക് തിരുവനന്തപുരത്ത് താമസിക്കാം. അപ്പോൾ നിനക്ക് വിനീതിന് തയ്യലിൻ്റെ ജോലിയും ചെയ്യാം, എനിക്ക് എന്തെങ്കിലും പാചകത്തിൻ്റെ പണിയും ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ജീവിക്കണ്ടേ, ജീവിതമാർഗ്ഗമല്ലേ. ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കണം എന്നൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ തിരുവനന്തപുരത്തേക്ക് പോകാമെന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് നിവിനെ വിളിക്കുമ്പോൾ നിവിനെ അതിന് സമ്മതിക്കുന്നില്ല. അന്നേരം രാജേശ്വരി പറയാണ് നീ വരെ തന്നെ വേണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നത് ഞാൻ എന്തിനാണ് വരുന്നത്, ഞാൻ വരുന്നൊന്നുമില്ല എന്ന് പറയുകയാണെ. അപ്പോൾ രാജേശ്വരി പറയും ഇവൻ്റെ മാറ്റം കണ്ടില്ലേ സത്യേട്ടാ, എന്തു സ്നേഹമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു ഇവന്, പക്ഷേ ഇപ്പോൾ ഇവന് ആകെ മാറിപ്പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിവിനും പറയുന്നുണ്ട് ശരിയാണ്, ഞാനിവിടെ വരുമ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു, മാത്രമല്ല എനിക്കും അമ്മനെ കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് അമ്മനെ കാണുമ്പോൾ ആ സന്തോഷം ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ, നിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് നീ പോകണ്ടേ, അത് ചില മര്യാദകളില്ലേ, നീ വായു എന്ന് പറഞ്ഞിട്ട് തോളിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കൈ തട്ടിക്കളിയാണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയാനേ. സത്യന് മനസ്സിലാവണം കേട്ടോ, നല്ല മാറ്റമുണ്ട് അവൻ്റെ സ്വഭാവത്തിൽ എന്നുള്ള കാര്യം. അപ്പോൾ രാജേശ്വരി പറയാണ് നീ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് മരിച്ചോളാന്ന് പറയാൻ കേട്ടോ. ഓ അപ്പോൾ ദേഷ്യം വരാൻ കേട്ടോ, ഓ ഇവരെ കൊണ്ട് തോറ്റ് എന്നാൽ പോയി മരിക്കിരണ്ടാളെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പോവുകയാണ്. ഇങ്ങനെ പല തവണയായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന നേരം രണ്ടുപേരും കൂടെ മരിക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞു ഞാനിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരിക്ക് വിഷമം, രാജേശ്വരി പറയണ കണ്ടില്ലേ, അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കാനിട്ട് അവന് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെങ്കിലും നമുക്കിത് വേണോ രാജി എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മോൻ്റെ അടുത്തേക്ക് ചെല്ലി അപ്പോൾ തന്നെ അവൻ പറയും ഈ കല്യാണം ക്യാൻസൽ ചെയ്യാന്ന്. അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അവൻ പോയി കാവേരിന് താലി കെട്ടി ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ അവളുടെ കാലിൻ്റെ അടിയിലായിരിക്കും ഞാനും സത്യേട്ടനൊക്കെ ജീവിക്കാൻ പോകുന്നത്. അത് വേണോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അവന് ഇഷ്ടമല്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ജയപാലൻ വിളിക്കുന്നുണ്ട്, ജയപാലൻ വിളിക്കുന്നുണ്ട്, നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ അളിയനോട് സംസാരിക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് വിനീതും ബേബിച്ചേട്ടനും കൂടിയിട്ട് പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക് ആ തുന്നലിൻ്റെ കാര്യത്തിന് വന്നിരിക്കുകയാണ്. പക്ഷേ ആ തുന്നൽ തലേദിവസം വേറെ ഒരാൾക്ക് കൊടുത്തു പോയി എന്ന് അച്ഛൻ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും വിനീത്, ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്, വിനീത് അവിടെ അരമനയിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ, അവിടെ ഹോസ്റ്റലിലും കോളേജിലുള്ള പിള്ളേരുടെ തയ്യലൊക്കെ ഞാൻ വിനീതിന് മേടിച്ച് തരാമെന്ന് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരും, അവിടെ താമസിച്ച് ജോലി ചെയ്യേണ്ടി വരും എന്ന് പറയും. അയ്യോ അത് പറ്റില്ല അച്ഛാന്ന് പറയാൻ കേട്ടോ. അതെന്താന്ന് പറയണം. അപ്പോൾ ഇവിടെ നിന്ന് മാറാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഒരു സഹായം പോലും വിചാരിച്ചാണ്, സാധാരണ ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യാറില്ല, ആലോചിച്ച് പറയാൻ പറയട്ടോ. അപ്പോൾ ബേബി ചീത്ത പറയുന്നുണ്ട് കേട്ടോ, എനിക്കത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഗംഗ വിനീതിന് ദോശ ചുട്ട് കൊടുക്കുന്ന സമയത്ത് വിനീത് ഇങ്ങനെ പറയാൻ കേട്ടോ, ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ തുന്നൽ പോയി വേറൊരു കാര്യം പറഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണതെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ സർപ്രൈസായി പോവാണ് കേട്ടോ. കാരണം താര വന്നിട്ടും പറഞ്ഞല്ലോ തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ. കണ്ട ഗംഗ ഞെട്ടിയില്ലേ, അതുപോലെയാണ് ഞാനും ഞാൻ ഞെട്ടിയതല്ല വിനീതേട്ടാ, എനിക്ക് ആകെ സർപ്രൈസായി പോയി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ നിന്നുകൊണ്ട് വേണം ജോലി ചെയ്യാനായിട്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗയ്ക്കും അതൊരു ഐഡിയ പോലെ തോന്നുകയാണ് കേട്ടോ. കാരണം വിനീതിനും ഒരു ജോലി, തനിക്കും അവിടെ തയ്യൽ ജോലി എന്നുള്ള രീതിയിൽ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോയി താമസിക്കാമല്ലോ എന്നൊക്കെ ഉള്ള തീരുമാനം ഇങ്ങനെ ഗംഗയുടെ മനസ്സിൽ വരികയാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളൂ. പ്രമോലാണെന്നുണ്ടെങ്കിൽ ഏതോ ലെറ്ററൊക്കെ പോലീസ് സ്റ്റേഷൻ പരാതി എഴുതി കൊടുക്കുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷൻ ചേട്ടാ പരാതിയായിട്ട് കാവേരി അവിടെ സമരം ചെയ്യാണ് കേട്ടോ. അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ വരികയാണ്. ജയപാലനും അതുപോലെ കാവേരിയോ എല്ലാവരെയും വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജയപാലൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത പണത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ ആ പണം ജയപാലൻ പിൻവലിച്ചതിൻ്റെ തെളിവുകളും രേഖകളായിട്ട് ആ ഫോണിലുണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ പറയാണ്. പക്ഷേ ആ ഫോൺ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് കാവേരിയുടെ ബാഗിൽ നിന്ന് മിസ്സാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ ആ ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. പിന്നെ കാണിക്കുന്നത് രാഗിണിയുടെയും അതുപോലെ നിവിൻ്റെ കല്യാണത്തിൻ്റെ ലെറ്റർ യമുനരായി കൊടുത്തിട്ട് ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ യമുനോട് പറയാൻ കേട്ടോ. ഇത് കണ്ടുകൊണ്ട് കാവേരിയും വരുന്നുണ്ട്. കാവേരിനോടും എന്തൊക്കെയോ നിവിൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാവേരിനെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം ആ സമയത്താണെന്നുകൊണ്ട് നിവിൻ തുറന്ന് പറയണത്. പക്ഷേ നിവിൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് തന്നെ രാജേശ്വരി എന്തോ ഗുളിയൊക്കെ കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലാവുകയാണ് കേട്ടോ. അത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.